സോ ഇന്നലത്തെ മാച്ചിൽ നമ്മളെ രണ്ട് യങ്സ്റ്റേഴ്സ് പാവ് കുബാർസിയും അതുപോലെ ലെമീൻ എമാലിന്റെ മികവിൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. ഇന്നലെ പ്രോബബ്ലി മാച്ചിനെ കുറിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഒന്നുമില്ല. കാരണം 1-0 നാരോ വിക്ടറി ആയിട്ട് നമ്മൾ വന്നു. പോസിറ്റീവായ ഒരു കാര്യം 3 പോയിന്റ്സ് കിട്ടി. മയോർക്ക ഇപ്പം നല്ല റെഡ് കോട്ട് ഫോമിൽ കളിക്കുന്ന ടീമുകളിലൊന്നാണ്. സോ 3 പോയിന്റ്സ് എടുത്തു. നമ്മൾ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഇന്നലെ റഫീനെ മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പാവ് കുബാർസി യമാൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് ഹാഫ് വൺ ഓഫ് ദ ഡ്രെഡ്ഫുൾ പെർഫോമൻസ്. മാർഗുയാണ് ഇന്നലെ സെന്റർ ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റർ ഓഫ് ലെവൻഡോസ്കി. ആൻഡ് ജോ ഫെലിക്സും മാർഗുവിനും രണ്ടുപേരും സെക്കൻഡ് ഹാഫ് എടുത്ത് മാറ്റുകയും ചെയ്തു. വേഴ്സ്റ്റ് പെർഫോമൻസ് ഇൻ ദാറ്റ് പിച്ച് ഫസ്റ്റ് ഹാഫ് ഓവറോൾ. ജോ ഫെലിക്സ് ഒരിക്കലും നമ്മൾ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, നമ്മൾ ഇത്രയും ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുമ്പോൾ 40 to 50 മില്യൺ ഒരിക്കലും ജോ ഫെലിക്സിൽ ഇറക്കരുത്. ഇറ്റ്സ് എ മസ്റ്റ്. പുള്ളിക്ക് ഇതൊരു പ്രൂവ് ചെയ്യേണ്ട സീസണാണ്. പുള്ളിക്ക് വേറെ ഏത് മേ ബി ഒരു ലാസ്റ്റ് ചാൻസ് അറ്റ് എ ബിഗ് ക്ലബ്ബാണ്. പുള്ളി എന്നിട്ടും ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു ചില സിറ്റുവേഷൻസ്, ചില മാച്ചസിൽ പുള്ളി പെർഫോം കാണിച്ചുമ്പോൾ അടിപൊളി, ഇവനെ നമുക്ക് എടുക്കണമെന്ന് തോന്നും. പക്ഷേ ചില മാച്ചസിൽ, മിക്ക മാച്ചസിലും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്ക് അവിടെ നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ പോലെ ചില സിറ്റുവേഷനിൽ തോന്നുന്നു. സോ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് ചാൻസിന്റെ ബിഗ് ക്ലബ് നിൽക്കുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇറക്കുവാണെങ്കിൽ പുള്ളിനെ പെർമനന്റ് ആക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഇതിലും മോശമാവാനായിട്ടേ ചാൻസ് ഉള്ളൂ. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, നെവർ വി ഷുഡ് ബി സ്പെൻഡിങ് 40 to 50 മില്യൺ ഓൺ ഫെലിക്സ്. അതുപോലെ അത്ലറ്റിക്കോ ഉപയോഗിക്കുന്ന 70-80 മില്യൺ ആണ്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക വേണ്ട. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർഗുവി വാസ് ഓൾസോ നോട്ട് കംഫർട്ടബിൾ ഫസ്റ്റ് ഹാഫ്. പിന്നെ ചെക്കനാണ്, പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ. സോ അവിടുന്ന് നമ്മൾ നേരെ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ യമാൽ നമ്മൾ നോക്കുക, 16 വയസ്സുള്ള യമാലിനെ നമ്മൾ ഹ്യൂജ്ലി ഡിപ്പെൻഡന്റ് ആണ് ഗോൾസിന് വേണ്ടിയും അസിസ്റ്റിന് വേണ്ടിയും ഈവൻ ഗെയിം പ്ലേ ചെയ്യാനായിട്ടും. സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ യമാലിന്റെ ഗോളിലാണ് നമ്മൾ ജയിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ യമാലിന്റെ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റഫീന നമ്മൾ ഇന്നലെ മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ 37-ാം മിനിറ്റ് ഒരാൾ പരിക്ക് പറ്റിപ്പോയി, സീരിയസ് അല്ല എന്ന് തോന്നുന്നു, ആവാതിരിക്കട്ടെ, എറ്റാനാദർ ഇഞ്ചറി ക്രൈസിസ്. റഫീന വാസ് ഓക്കെ ഇൻ ദാറ്റ് റോൾ. എൻ്റെ ഒരു ഒപ്പീനിയൻ, ഹി വാസ് ഡൂയിങ് ഓക്കെ ഇൻ ദാറ്റ് റോൾ. അവിടുന്ന് യമാലിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വി ആർ ആസ്കിങ് യമാൽ ടു ഡ്രോപ്പ്, ഡിഫെൻസീവ്ലി സഹായിക്കുക, ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് പുള്ളി ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെൻ ദർ ഈസ് നോ വൺ റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഡിഫൻഡേഴ്സ്. ഇപ്പൊ റഫീന ഉണ്ടായിരുന്നപ്പം ഹി വാസ് മേക്കിംഗ് ദാറ്റ് റൺ. നമ്മൾ ആ ഫസ്റ്റ് കുറച്ച് 1-2 ഇൻസ്റ്റൻസ് ഉണ്ട്, ഹി വാസ് മേക്കിംഗ് ദാറ്റ് റൺ ഫോർ യമാൽ ടു പ്ലേ ഇൻ ദാറ്റ് ഡെലിവറി. പക്ഷെ നമ്മൾ യമാലിനെ ഡീപ്പിലോട്ട് വിളിക്കുന്നു, ഡിഫെൻസീവ്ലി ആൻഡ് DP ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് റണ്ണേഴ്സും ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നില്ലെങ്കിൽ യമാൽ ബിക്കംസ് ലിമിറ്റഡ്. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെ യൂസ് ചെയ്യുക ആൻഡ് യൂസ് ഹിം ടു ഡിഫെൻഡ് ഡോബ്രി. എൻ്റെ ഒരു ഒപ്പീനിയൻ യമാൽ ഷുഡ് ബി ദ വൺ യൂട്ടിലൈസിങ് ദ വിഡ്, ഹയർ ഓഫ് ദ പിച്ച്, വിത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഹയർ ഓഫ് ദ പിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്ലെയർ ആയിരിക്കണം യമാൽ. യമാലിനെ ഓവറായിട്ട് ഡിഫെൻസീവ്ലി ഒത്തിരി ഡീപ്പിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഐ തിങ്ക് വി ഷുഡ് മാക്സിമൈസ് ഹിം അറ്റ് ടോപ്പ്. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു പേടി, ഹി ഷുഡിൻ ബി ദ നെക്സ്റ്റ് അൻസു ഫാറ്റി, ഹി ഷുഡിൻ ബി ദ നെക്സ്റ്റ് പെഡ്രി. ആൻഡ് അൻസു ഫാറ്റിയുടെ കാര്യം പറയണ്ട, ഓവറോൾ പോയി. പെഡ്രിയുടെ ഇങ്ങനത്തെ ഒരു ഇഞ്ചുറി ഇഷ്യൂ പോലത്തെ ഒരു റെക്കോർഡ് ഒരിക്കലും യമാലിന് വരരുത്. സോ നമ്മുടെ മെഡിക്കൽ ടീം വൺ ഓഫ് ദ വേസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് അതിനകത്ത് തന്നെ യമാലിനെ സീരിയസ്ലി സാവി ഓവർ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് കോച്ച് ആരാണെങ്കിലും ഓവർ യൂസ് ചെയ്തത്. ഐ തിങ്ക് ഇപ്പോഴും ഹി ഷുഡിൻ ബി അവർ സ്റ്റാർട്ടർ ഇൻ ദിസ് ടീം. ഒരിക്കലും യമാൽ നമ്മുടെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ ആവരുത്. വീക്ക് ആൻഡ് വീക്ക് ഔട്ട് കണ്ടിന്യൂസ് റെഗുലർ സ്റ്റാർട്ടറായി 70-80 മിനിറ്റ്സ് കളിക്കുന്ന പ്ലെയർ ആയിരിക്കരുത് യമാൽ. സോ ദിസ് ഈസ് എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ എന്നൊക്കെ പറയത്തില്ല, അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി പെഡ്രിയുടെ ഒക്കെ സിറ്റുവേഷൻ നമുക്കറിയാം, ആ ഒരു ലെവലിലോട്ട് ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഈ വർഷമാണെങ്കിലും നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഹി ഷുഡിൻ ബി ദ സ്റ്റാർട്ടർ ഇൻ ദിസ് ടീം. ആൻഡ് വേറെ ലെവൽ പെർഫോമൻസ് ആണ്. സോ മെസ്സിയൊക്കെ പോയതിനു ശേഷം ഡിസപ്പോയിന്റഡ് ആയിരുന്ന നമുക്കൊരു ഷൈനിങ് ലൈറ്റ് ആണ് ഈ യമാലിനെ പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പ്രോപ്പറായിട്ട് മിനിറ്റ്സ് മാനേജ് ചെയ്തില്ലെങ്കിൽ പണിയാവും. അവിടുന്ന് എറ്റാണ് പാവ് കുബാർസി സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈവൻ മോർ ഇംപ്രസീവ് ദാൻ യമാൽ നമുക്ക് ഓവറോൾ വേണേൽ പറയാം. കാരണം ഒരു ഡിഫൻഡറായിട്ട് 17-ാം വയസ്സിൽ കളിക്കുക, മിസ്റ്റേക്സ് വരുത്തിയാൽ യമാൽ ഹയർ ഓഫ് ദ പിച്ച് അറ്റാക്കേഴ്സ് ക്യാൻ കമ്മിറ്റ് മിസ്റ്റേക്ക്. സോ 16-17 വയസ്സുള്ള പയ്യന്മാരെ നമ്മൾ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അറ്റാക്കേഴ്സ് ഇറങ്ങി ഒത്തിരി ടീംസിലുള്ള 17-18 വയസ്സുള്ള അറ്റാക്കേഴ്സ് ഒക്കെ ഇറങ്ങി മിനിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബട്ട് ഒരു സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചാൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അവന്റെ കരിയർ തന്നെ നശിച്ചെന്ന് പറയാം. മീഡിയാസും ഈവൻ നമ്മുടെ ഫാൻസ് പോലും എടുത്തിട്ട് കീറും. ഒരു പ്ലെയറിന്റെ കരിയർ തന്നെ നശിക്കും. കാരണം ഒരു ഡിഫൻഡറിന് ഒരു മിസ്റ്റേക്സ് വരുത്താൻ പറ്റത്തില്ല. സോ 17-ാം വയസ്സിൽ തന്നെ പ്രോബബ്ലി അറോഹോന് ശേഷം ഒരു സെക്കൻഡ് ചോയ്സ് സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്ക് ആയിട്ട് പുള്ളി മാറിയിരിക്കുകയാണ്. ആ കാര്യം യാതൊരു ഡൗട്ടും ഇല്ല.
സോ ഈ മറ്റു പ്ലേയേഴ്സിന്റെ കാര്യം പറയുന്ന പോലെ ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യലെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ കുബാർസി ഓൺ ദ ബോൾ വേറെ ലെവലാണ്. സോ PQ വൈബ്സ് ഒക്കെ തരുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ബട്ട് ഹീസ് നോട്ട് ഫിസിക്കൽ, ടോൾ ആൻഡ് ഫിസിക്കൽ അല്ല. സ്ട്രോങ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹീ സ്റ്റിൽ ഗ്രോയിങ് അല്ലേ. പക്ഷെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഒരു ഒപ്പോണന്റ് ഗോൾ കീപ്പേഴ്സ് ഗോൾ കിക്കും മറ്റും ഒക്കെ എടുക്കുമ്പോഴേക്കും ഹീസ് വിന്നിങ് ദാറ്റ് സെക്കൻഡ് ബോൾ. പുള്ളിയുടെ ആന്റിസിപ്പേഷൻ അതാണ് ഈ കുബാർസിയുടെ ബിഗ്ഗസ്റ്റ്. ഹീസ് നോട്ട് ദ ടോളസ്റ്റ്, നോട്ട് ദ മോസ്റ്റ് ഫിസിക്കൽ മസ്കുലർ ആയ ഒരു സെന്റർ ബാക്ക് അല്ല. ഹി സ്റ്റിൽ ഡെവലപ്പിംഗ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുള്ളിയുടെ അബിലിറ്റി ടു റീഡ് ദ ഗെയിം, പുള്ളിയുടെ ആന്റിസിപ്പേഷൻ, പുള്ളിയുടെ ടൈമിങ്സ്, അതൊക്കെയാണ് കുബാർസിയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ബാർസലോണ എ ലോട്ട്. ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. സോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക യമാലിനെയും കുബാർസിനെയും. ആൻഡ് ചെക്കൻ്റെ അബിലിറ്റി ടു റീഡ് ദ ഗെയിം, അത് നമ്മൾ കുറയ്ക്കാതിരിക്കുക, നള്ളിഫ് ചെയ്യാതിരിക്കുക, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ആൻഡ് ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുക. ആൻഡ് കുബാർസി ആൻഡ് യമാൽ ഇന്നലത്തെ മാച്ചിലെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്സും അവർ തന്നെയായിരുന്നു. ആൻഡ് 3 മാച്ചസ് ആയിട്ട് അടുപ്പിച്ച് ക്ലീൻ ഷീറ്റ്സ് കിട്ടി, അതാണ് അടുത്ത പോസിറ്റീവായിട്ടൊരു കാര്യം. സോ ആ ഒരു കാര്യത്തിൽ ഐ എം ഹാപ്പി. ആൻഡ് ഇന്നലെ നമ്മൾ ഗുണ്ടകന്റെ പെർഫോമൻസ് നോക്കുകയാണ്, വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഇൻ ബാർസലോണ ഷർട്ട്. ഇന്നലെ ഒരു പെനൽറ്റി മിസ് ചെയ്തു, അത് അക്സെപ്റ്റബിൾ ആണ്. ഗുണ്ടകൻ പെനൽറ്റി മിക്സ് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണ്. ബട്ട് ഗുണ്ടകൻ മേക്കിംഗ് റോങ് പാസസ്, അത് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ഗുണ്ടകനെ നമ്മൾ ഓവർ യൂസ് ചെയ്യണം. ഞാൻ ഗുണ്ടകനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഗുണ്ടകൻ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ പ്രോബബ്ലി ഇൻ അവർ ടീം എന്ന് തന്നെ പറയാം. ഈ സീസൺ ഓൾ അക്രോസ് ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് നമ്മൾ പുള്ളിയുടെ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ അല്ല യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്നലെ ഫെർമിൻ ലോപ്പസ് വന്നു റഫീന പോയതിനു ശേഷം. ആൻഡ് നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് പ്ലെയർ ആരാണ്? ഗുണ്ടകൻ. ബോൾ റിസീവ് ചെയ്ത് ബോളുമായിട്ട് ക്യാരി ചെയ്യേണ്ട ആരാണ്? ഗുണ്ടകൻ. ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആരാണ്? ഗുണ്ടകൻ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് സ്പേസസിൽ അറ്റാക്സ് നടത്തേണ്ട ആരാണ്? ഗുണ്ടകൻ. സോ ആള് നല്ലിഫൈഡ്. ആൾക്ക് എന്തൊക്കെ റോൾ ഒരു മാച്ച് ചെയ്യാൻ പറ്റും. ഈസ് ഓൾസോ ഹ്യൂമൻ ബീൻ, റൈറ്റ്? സോ ഇന്നലെ ഓവർ യൂസ് ചെയ്യുന്നു. പുള്ളിക്ക് ഒരു പരിധിയില്ലേ. പുള്ളിക്ക് വയസ്സ് 20, 22 അല്ല, 30 കഴിഞ്ഞു. സോ നമ്മൾ ഈ ഗുണ്ടകനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഐ ആം പ്രിറ്റി ഷുവർ ഇന്നലത്തെ ഗുണ്ടകന്റെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് മാച്ചസ് ആണെങ്കിലും അതിന്റെ ഒരു കാരണം പുള്ളിക്ക് തന്നെ ഇന്നലെ പുള്ളിയുടെ റോൾ എന്താണെന്ന് അറിയില്ല. കാരണം എല്ലാ റോളും ചെയ്യണം. ആൻഡ് ക്രിസ്ത്യൻസൺ ഡിഫെൻസീവ്ലി നമുക്ക് കൂടുതൽ കവർ കൊടുക്കണം. ഡിഫെൻസീവ് ഇന്നലെ ക്രിസ്ത്യൻസൺ 6 ഡ്യൂവൽസിലും പുള്ളി തോറ്റു. ഹി ലോസ്റ്റ് ഓൾ 6 ഡ്യൂവൽസ് യെസ്റ്റർഡേ ഇൻ ദ മാച്ച്. സോ ആ ഒരു കാര്യത്തിലൊക്കെ ആള് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസൺ ഓൺ ദ ബോൾ റോഡറിയോ ഒന്നുമല്ല. സോ വി എക്സ്പെക്ട് മോർ ഡിഫെൻസീവ് കവർ ഫ്രം ഹിം. ആൻഡ് പുള്ളി ഡിഫെൻസീവില് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് നല്ലപോലെ തന്നെ ആസ് എ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഡിഫെൻസീവ് കവർ കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇന്നലെ. പക്ഷെ ഡ്യൂവൽസ് ഒക്കെ സത്യം പറഞ്ഞാല് ലോസ്റ്റ് ആവുക, ഇതുപോലെ 6 ഡ്യൂവൽസ് ഒക്കെ ലോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. കാരണം പുള്ളിയിൽ നിന്ന് നമ്മൾ ഫുൾ ഡിഫെൻസീവ് കവർ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ക്രിസ്ത്യൻസൺ ഷുഡ് സ്റ്റെപ്പ് അപ്പ് ഇൻ ദ കമ്മിങ് ഗെയിംസ്. ആൻഡ് ഗുണ്ടകൻ ഫ്രാങ്കി ഡിയോങ് വരുന്ന നമ്പർ എന്തായാലും ഓൺലി ഓപ്ഷൻ ഇൻ ദ മിഡ്ഫീൽഡ് ഫോർ എ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്നുള്ള രീതിയിൽ ഓൺലി ഓപ്ഷൻ ഗുണ്ടകനാണ്. ഫെർമിൻ ലോപ്പസ് അതല്ല, ക്രിസ്ത്യൻസണും അതല്ല, റൊമയോ ഒരിക്കലും അതല്ല, പിന്നെ സെർജിയോ റോബർട്ടോ ഒട്ടും അല്ല മിഡ്ഫീൽഡർ ഇറക്കുവാണെങ്കിൽ. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. സോ ബൈ ഏപ്രിൽ ഡിയോങ് വരുമെന്നാണ് പറയുന്നത്, ഫസ്റ്റ് 2 വീക്സിനുള്ളിൽ. ഹോപ്പ് സോ ഫിറ്റായി പ്രോപ്പറായി റിക്കവർ ചെയ്ത് വരും. എന്നാൽ പെഡ്രി ഏപ്രിൽ പ്രതീക്ഷിക്കേണ്ട, ബൈ മെയ് സ്റ്റാർട്ട് ചെയ്ത് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് കേൾക്കുന്നത്. സോ അവിടുന്ന് നേരെ നമ്മൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടുന്ന് നേരെ നമ്മൾ മയോർക്കയുടെ ഒരു കാര്യമാണ് പറയുന്നത്. ഇന്നലെ ടെർസ്റ്റഗൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടെർസ്റ്റഗന്റെ 1-2 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒത്തിരി ഡയറക്റ്റ് ചാൻസുകൾ നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട്. ബട്ട് ടെർസ്റ്റഗൻ സേവ്ഡ് അസ് ഇൻ സം ടൈംസ്. സോ അല്ലാതെ മയോർക്ക മേ ബി വിക്ടറി അല്ലെങ്കിൽ ഒരു പോയിന്റ്സോ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് മാച്ചിൽ. സോ ഇത്ര എനിക്ക് മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനുണ്ട്. എന്നിട്ട് നമ്മൾ ഡിബാലയുടെ കാര്യം കൂടെ പറയാൻ നിർത്തിയേക്കാം. സോ ഡിബാല ടു ബാർസലോണ റൂമേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. സോ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ വേജ് സ്ട്രക്ചർ 600 മില്യൺ യൂറോസ്. അത് ഇപ്പോഴത്തെ പ്ലേയേഴ്സിന്റെ സാലറി മാത്രമല്ല, പല പ്ലേയേഴ്സിന്റെയും പഴയ പ്ലേയേഴ്സിന്റെ സാലറി ഒക്കെ നമ്മൾ ഡിഫർ ചെയ്ത്, ആ ഡിഫർ ചെയ്ത സാലറി നമ്മളിപ്പോൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 600 മില്യൺ യൂറോസ് ആണ് നമ്മുടെ കറന്റ് സാലറി. സോ അത് 200 മില്യൺ ആക്കിയാൽ മാത്രമേ നമുക്ക് 1:1 റേഷ്യോയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ 200 മില്യൺ, ഇപ്പൊ 600 മില്യൺ സാലറി നമ്മൾ 200 മില്യൺ ആക്കിയാലേ നമ്മൾ 100 മില്യൺ ഒരു പ്ലെയറിനെ വിറ്റാൽ ആ 100 മില്യൺ മുടക്കി നമുക്ക് മറ്റൊരു പ്ലെയറിനെ വാങ്ങിക്കാൻ പറ്റും. അറ്റ് ദിസ് മോമെന്റ് നമ്മളൊരു 100 മില്യൺ, ഫോർ എക്സാമ്പിൾ നമ്മൾ പെഡ്രീനെ 100 മില്യണ് വിറ്റു, പകരം നമുക്ക് ഒരു 25 മില്യനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ 25 മില്യൺ എന്തായാലും പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലോറിയൻ വിച്ചിനെ പെഡ്രീനെ ആയിട്ട് വിറ്റാൽ ആ പൈസക്ക് വാങ്ങിച്ചൂടെ? റഫീനെയും കുണ്ടേനെയും വിറ്റാൽ 130, 120, 130 കിട്ടത്തില്ലേ? അത് മുടക്കി ഫ്ലോറിയൻ വിച്ചിനെ വായിച്ചൂടെ? അതൊക്കെ ഇമ്പോസിബിൾ ആണ്. നമ്മൾ 100 മില്യൺ കറന്റ് നമ്മൾ വിറ്റാൽ 25 മില്യനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ 25 മില്യൺ ആരെ കിട്ടും? സോ നമ്മൾക്ക് നോക്കാനായിട്ടാണെങ്കിൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നമ്മൾ ആ 200 മില്യൺ വേജിലോട്ട് ആക്കിയാൽ മാത്രമേ
നമുക്ക് 1:1 റേഷ്യോയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ അതുപോലെ തന്നെ ഡിബാലയുടെ കാര്യം, ഡിബാലയ്ക്ക് 12 മില്യൺ ആണ് റിലീസ് ക്ലോസ്. മിനിമം പുള്ളിക്ക് നമ്മൾ ഒരു 17 മില്യൺ 20 മില്യൺ അടുത്ത് സാലറിയും കൊടുക്കേണ്ടി വരും. ഈസ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഏർണിംഗ് പ്ലേയേഴ്സ്, അതിന്റെ ഡിമാൻഡിങ് ആണ്. സോ നമ്മൾ ഇപ്പൊ ഈ ഒരു 12 മില്യൺ ഡിബാലയിൽ മുടക്കിയാൽ വാട്ട് ഈസ് ദ അഷുറൻസ് ദാറ്റ് ഹീസ് ഗോയിങ് ടു പ്ലേ കണ്ടിന്യൂസ്ലി? നല്ല ഇഞ്ചറി റെക്കോർഡുള്ള പ്ലെയർ ആണ്. സോ നമ്മൾ പെഡ്രി, അൻസു ഫാറ്റി ഒക്കെ നമ്മൾ കണ്ടാണ് ഇഞ്ചറിയുടെ ഇഷ്യൂസ് ആണ് ബാർസലോണ വലയുന്നത്. സോ നമ്മളാണെങ്കിൽ ഇപ്പം പെഡ്രിയുടെ സെയിലിന്റെ കാര്യം പറയുന്നു. സോ പെഡ്രി ഇപ്പൊ സിറ്റിയിലോട്ടോ ബയൺ മ്യൂണിക്കിലോ പോയിട്ട് അവർ പ്രോപ്പർ ആയിട്ട് പുള്ളിനെ ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്താ പറയാ നമ്മുടെ ചെൽസിയുടെ ജഡ്ജ്മെന്റ് തെറ്റി പറയുക ഡിബ്രൂനെയോ മുഹമ്മദ് സാലയോ ഒക്കെ പോലത്തെ ഒരു പ്ലെയർ. ഡെഫിനറ്റ്ലി പെഡ്രി വേൾഡ് ക്ലാസ് ആണ് ഇപ്പം തന്നെ. സോ പുള്ളിനെ ഫിസിക്കലിയും കൂടെ അവർ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ ഓർക്കും നമ്മുടെ കയ്യിൽ നിന്ന പ്ലെയർ ആണല്ലോ പോയല്ലോ എന്ന് ഓർക്കും. സോ എന്റെ ഒരു ഒപ്പീനിയനിൽ വി ഷുഡിൻ ബി സെല്ലിംഗ് പെഡ്രി നൗ. കുറച്ചുകൂടെ ടൈം കൊടുക്കുക. പ്രെറ്റി ഷുവർ പുള്ളിനെ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഫിസിക്കലി പുള്ളിനെ ഒന്ന് സെറ്റ് ആക്കി എടുത്താൽ ദർ ഈസ് എ ബിഗ് പ്ലെയർ ഇൻ ഹിം. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പാർട്ട് ഓഫ് ദ റീസൺ വൈ ഈസ് സഫറിംഗ് ഈസ് ബിക്കോസ് ഓഫ് അസ്. നമ്മൾ ഓവർ യൂസ് ചെയ്ത് തന്നെയാണ്. സോ ഇപ്പൊ ഡിബാലയിലോട്ട് തിരിച്ചു വരുമ്പോൾ 12 മില്യൺ നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡിബാലയിൽ 12 മില്യൺ ഇപ്പൊ ഇറക്കണമെങ്കിൽ വി ഹാവ് ടു റേസ് അറ്റ്ലീസ്റ്റ് 48-50 മില്യൺ. 12 മുതൽ 15 മില്യൺ ഡിബാലയിൽ ഇപ്പൊ ഇറക്കണമെങ്കിൽ നമ്മൾ 50 മുതൽ 60 മില്യൺ ഇടയ്ക്ക് നമ്മൾ റേസ് ചെയ്യേണ്ടി വരും, വിൽക്കേണ്ടി വരും. അഥവാ ആ ഒരു ഇതാക്കിയാൽ നമുക്ക് 12 മില്യൺ ഇറക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളിയുടെ വേജസ്. സോ ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് 60 മില്യൺ നമ്മുടെ അഥവാ 50 മില്യൺ നമ്മുടെ ഇതിൽ നിന്ന് സെയിൽസ് ത്രൂ ഡെവലപ്പ് ചെയ്ത് വിട്ടിട്ട് ഒരു ഫുൾ സീസൺ ഗ്യാരണ്ടീഡ് ആയിട്ട് 25-30 കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത 25-30 മാച്ച് ഒരു സീസൺ ഫുൾ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഡിബാലയെ നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹീസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് റിസൾട്ട്. ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ മേ ബി ആസ് എ നമ്പർ 10 അല്ലെങ്കിൽ ആ മേ ബി മിഡ്ഫീൽഡ് 3 ഒക്കെ വേണേൽ യൂട്ടിലൈസ് ചെയ്യാം. ആ ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം നമുക്ക് നോക്കാം. ഡിബാല വിൽ ബി യൂസ്ഫുൾ. ഹീസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് ഗോൾസ്. ബട്ട് പിച്ചിൽ ഇറങ്ങുമോ? മേ ബി ഒരു 2 വർഷത്തേക്ക് മാക്സിമം നമുക്ക് ഡിബാലനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തു. ഇഞ്ചറി ഫ്രീ ആയിട്ട് റെഗുലർലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തു. സോ അതിനുവേണ്ടി ഇപ്പോഴേ ഒരു 50 മില്യൺ നമ്മുടെ ബുക്സിൽ നിന്ന് കളഞ്ഞിട്ട് അഥവാ 50 മില്യൺ റേസ് ചെയ്തിട്ട് ആ 12 മില്യൺ ഡിബാലയിൽ ഇറക്കി. ഇഫ് ഹി ഈസ് നോട്ട് ഫിറ്റ് ടു പ്ലേ, വെറുതെ നമ്മൾ വേജസ് കൊടുക്കുന്നു, വെറുതെ നമ്മൾ 50 മില്യൺ റൈസ് ചെയ്തു, എന്നിട്ട് 12 മില്യൺ പുള്ളിന് മുടക്കാനായിട്ട് 50 മില്യൺ റൈസ് ചെയ്തു, അഥവാ സെയിൽസിലൂടെ റൈസ് ചെയ്തിട്ട് ഒരിക്കലും ഗ്യാരണ്ടി ഇറങ്ങുമെന്ന് ഉറപ്പില്ല. എപ്പോഴും ഉറപ്പില്ലാത്തൊരു പ്ലെയറിന്. സോ പുള്ളി എന്തായാലും ലലീഗ വന്നാൽ കൂടുതൽ ഇഞ്ചറീസ് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അതാണ് സിറിയ കൂടുതൽ ഇഞ്ചറീസ് വരും, അത് ഉറപ്പാണ്. സോ അതാണ് എനിക്ക് ഈ ഡിബാല ഡീലിൽ ബാർസലോണ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു പേര്. സോ ഇപ്പം പുള്ളി അടിപൊളിയായിട്ട് കളിക്കുന്നു. വെൻ ഹീസ് ഫിറ്റ് ഹീസ് സൂപ്പർ എക്സലന്റ് വേൾഡ് ക്ലാസ്. പക്ഷെ ഈ സീസണും പുള്ളി 2 ഇഞ്ചുറീസ് കാരണം ഔട്ടായിരുന്നു കുറെ നാൾ. ഇപ്പം വീണ്ടും ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കറിയത്തില്ല പുള്ളി ലലീഗ വന്ന ഫുൾ സീസൺ നിൽക്കുമോ ഇല്ലയോ എന്ന്. ആൻഡ് നമ്മൾ അഥവാ 20 മില്യണോളം ഇറക്കാനായിട്ട് തന്നെ ഇപ്പൊ 70-80 മില്യൺ റേസ് ചെയ്യണം. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഗ്യാരണ്ടി നമ്മൾ ഇറക്കേണ്ടത് ഗ്യാരണ്ടീഡ് ആയിട്ട് മിനിറ്റ്സ് കളിക്കാൻ പറ്റും, ഇഞ്ചുറി ഫ്രീ ആയി നിൽക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു പ്ലെയറാണ്. സോ ഇറക്കുന്നത് എങ്ങനെയാണ് അതാണ് വേറൊരു കാര്യം. സോ നമ്മൾ ലാസ്റ്റ് സീസൺ സൂപ്പർ കോപ്പ ജയിച്ചു, ലലീഗ അടിച്ചു, എന്നിട്ടും നമുക്ക് ആപ്പാടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് 3 മില്യനാണ്. ഒറയൽ റമിയോയിൽ 3 മില്യനാണ്. ഗുണ്ടവനെയൊക്കെ ഫ്രീ ആയിട്ട് നമ്മളുണ്ട്. ഒറയൽ റമിയോനെ 3 മില്യനാണ് നമുക്ക് മുടക്കാൻ പറ്റിയത്, ഓർക്കണം. സോ ഈ വർഷം നമ്മൾ ലലീഗ അടിക്കത്തില്ല, സൂപ്പർ കോപ്പ ഇല്ല, ചാമ്പ്യൻസ് ലീഗും അടിക്കുമെന്ന് ഉറപ്പില്ല. സോ അങ്ങനെ ഇരിക്കാൻ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും കുറവായിരിക്കും. കൂടാതെ ഈ വർഷം ലാസ്റ്റ് ഇയറിനേക്കാളും സാലറി ക്യാപ്പ് കുറഞ്ഞു. ലാസ്റ്റ് ഇയർ 270 സംതിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ 200 ആക്കി. സോ ലാസ്റ്റ് ഇയർ നമുക്ക് 3 മില്യനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ ഈ വർഷം നമുക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യും? സോ അതും കൂടെ നമ്മൾ ആലോചിക്കണം. സോ അതാണ് ഈ ഡിബാല കേസിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ.